ബോബി ചെമ്മണ്ണിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന പരിഗണനയിലെന്നൊരു പുതിയ വാർത്ത കൂടി വരുന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകളടക്കം കയ്യിലുണ്ടെന്ന് എറണാകുളം സെൻട്രൽ ACP C ജയകുമാർ അറിയിച്ചു. അന്വേഷണവുമായി ബോബി സഹകരിക്കണമെന്ന് നിർബന്ധമില്ല. ഹണി റോസിന്റെ പരാതി സിനിമാ പ്രചാരണം ലക്ഷ്യമിട്ടല്ല എന്നും ACP പറഞ്ഞു. അത് അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമല്ലേ, അന്വേഷണത്തോട് സഹകരിപ്പിക്കുന്നുണ്ട്. ഇനി അല്ല, അല്പം പരിഗണനയിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തീരുമാനമാണ്, പരിഗണനയിലുണ്ട്. മൊബൈൽ ഫോൺ ബന്ധവസിലെടുത്ത് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. സൈഫുനിസ അലിയാർ വിവരങ്ങളുമായി. സൈഫുനിസ, സമയം 11:30 ആയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുമോ? അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതകൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഇപ്പോഴും ബോബി ചെമ്മണ്ണൂരുള്ളത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തിറക്കുമെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ വലിയൊരു സംഘം തന്നെ ഇവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. 10 മണിക്ക് ശേഷം ഇറക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഇപ്പോൾ സമയം നീണ്ടു പോവുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ അറിയുന്നത്. പോലീസിൻ്റെ കയ്യിൽ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളടക്കം ഉള്ളതുകൊണ്ട് തന്നെ ഇനി പുതുതായൊന്നും കണ്ടെടുക്കാനില്ല എന്നതുകൊണ്ടുമായിരിക്കാം കസ്റ്റഡി ഇപ്പോൾ ആവശ്യപ്പെടേണ്ട എന്ന തീരുമാനമാണ് പോലീസ് എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റിമാൻഡിൽ വിടണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കാനാണ് സാധ്യത. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ശക്തമായ റിമാൻഡ് റിപ്പോർട്ട് മുൻകാലങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കം കോടതിയിൽ കാണിച്ചുകൊണ്ടാകും റിമാൻഡ് ചെയ്യണം എന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുക. പക്ഷേ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ രാമപിള്ളയാണ് ഇന്ന് തന്നെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കൂടുതലും ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതയാണുള്ളത്. നിലവിലെ വകുപ്പുകൾ അനുസരിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനാകില്ലാത്തത് കൊണ്ടാണ് ഇന്നലെ ഇവിടെ സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ ലോക്കപ്പിൽ തന്നെ ആക്കുകയും ചെയ്തത്. പിന്നീട് ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. ഏത് ദിവസമാണോ കോടതി ഹാജരാക്കുന്ന ആ ദിവസം വൈദ്യപരിശോധന അതിനു മുമ്പ് നടത്തണം എന്നുള്ളതാണ് ചട്ടം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത് കൊണ്ടാണ് ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി വൈദ്യപരിശോധന റിപ്പോർട്ട് പോലീസ് വാങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ACP C ജയകുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഴയകാല ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രയോഗങ്ങളടക്കം അന്വേഷിച്ചതിൽ നിന്ന് ചില വകുപ്പുകൾ കൂടി വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യത പോലീസിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാകാം. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല. ഇത് കൂടാതെ തന്നെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ മൊബൈൽ ഫോൺ സീസ് ചെയ്തിരുന്നു. ഈ മൊബൈൽ ഫോൺ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റിമാൻഡിൽ വിടണമെന്ന ആവശ്യമാകും പോലീസ് ഉന്നയിക്കുക.